നമുക്ക് ഓമലിനെ സംബന്ധിച്ചിടത്തോളം 10 കിലോമീറ്റർ ഗ്യാപ്പിലാണ് ഹോസ്പിറ്റൽ ഉള്ളതെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞാൽ തന്നെ ആർക്കും അസുഖം ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായാൽ തന്നെ നമുക്കത് പെട്ടെന്ന് ഭേദപ്പെടുത്താൻ പറ്റുന്ന അത്രയും ദൂരം പോകുന്നതിന് മുന്നേ ഓമല്ലൂരിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വന്നു. അപ്പം സാറ് നമ്മളിവിടെ ക്ഷണിച്ച് സാറിവിടെ വന്നു. വളരെ സന്തോഷം. നിറഞ്ഞൊരു കൈഡി നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ നമ്മുടെ ജയകുമാർ സാർ, നല്ലൊരു കൈഡി കൊടുക്കാം. കൈഡിയോടുകൂടി തന്നെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു. രണ്ട് വാക്കിലേക്ക് പോകാം. ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, നമുക്കറിയാം ഇന്ന് ആരോഗ്യരംഗം ഏറെ മെച്ചപ്പെട്ട നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്ക് മാതൃകയായി കേരളം മാറിയിരിക്കുകയാണ് ആരോഗ്യരംഗത്ത്. അത് സർക്കാർ മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് കേരളം. സർക്കാർ മേഖലയിൽ തന്നെ നിങ്ങൾക്കറിയാം, കുടുംബക്ഷേമ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളായി ഇന്ന് മാറിയിട്ടുണ്ട്. ആരോഗ്യരംഗം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പത്തനംതിട്ട നമുക്കറിയാം, വികസന രംഗത്ത് ഓരോ നിമിഷവും പുരോഗതിയിലേക്ക് കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് പത്തനംതിട്ട. തൊട്ടടുത്താണ് ഈ ഓമല്ലൂരിൽ കുറച്ച് ദൂരമേ പത്തനംതിട്ടയ്ക്ക്. അടൂരിനും പത്തനംതിട്ടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇവിടെ സ്ഥാപിതമാക്കിയ ഇതിൻ്റെ പ്രൊപ്പറേറ്ററെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഒരു ധനസഹായം 10 രൂപ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടന കടമോട് നിർവഹിച്ചുകൊണ്ട് സാറിന് ഇവിടുന്ന് ഇവിടെ വാങ്ങാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചടങ്ങിൽ തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. 10 പേർക്കെന്ന് പറയാൻ ചെറിയ കാര്യമല്ല. അത് എത്രയോ ആയിക്കോട്ടെ, തുകകൾ എത്രയോ ആയിക്കോട്ടെ. ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, ഇത് ഏറ്റുവാങ്ങാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് റജി, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് നൽകുന്നത് നമ്മുടെ ജയകുമാർ സാറാണ്. അപ്പോൾ നല്ലൊരു കൈയടി കൊടുത്തോണ്ട് അദ്ദേഹത്തെ ഒന്ന് കടത്തിവിടാം പ്ലീസ്. അദ്ദേഹത്തെ അവിചാരിതമായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഉദ്ഘാടനം ചെയ്തത് സൈക്കാട്രിക് ഡിവിഷൻ്റെ ഉദ്ഘാടനമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ഇച്ചിരി വട്ടുണ്ടായതുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് സെലക്ട് ചെയ്തതാണോ? പക്ഷെ രണ്ടായാലും ആ 2009 അന്ന് ഇതിലെ മെഡിക്കൽ റെപ്പായിട്ട് സഞ്ചരിച്ച യാത്രയിൽ നിന്ന് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി പല ഡോക്ടേഴ്സിനോടും മരുന്നുകളെ പരിചയപ്പെടുത്തിയ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിൽ നിന്നും ഇന്നൊരു ആശുപത്രി ഓമല്ലൂർ നിവാസികൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നൊരു നിമിഷം, അതിൻ്റെ ഉദ്ഘാടനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഈശ്വരനോട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ, അവർ അൾട്ടിമേറ്റ്ലി ഒരു ഹോസ്പിറ്റലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു നാട്ടിൽ ആരോഗ്യരംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാവുന്ന മാറ്റങ്ങളാണ്. ഈ പ്രദേശത്ത് ഒരുപാട് ആശുപത്രികളുണ്ട്. പത്തനംതിട്ടയിലും തിരുവല്ലയിലും കോഴഞ്ചേരിയിലുമൊക്കെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന പലവിധ ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ ആശുപത്രികൾ പലപ്പോഴും ഒരു കച്ചവടത്തിൻ്റെ, അല്ലെങ്കിൽ രോഗം എന്ന് പറയുന്നൊരവസ്ഥയ്ക്ക് ആ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് പകരം രോഗികളെ കൂടുതലും ഒരു കച്ചവടത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വലിയ വലിയ സ്വകാര്യ ആശുപത്രികളുടെ കാലത്ത് ഒരാശുപത്രി തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടീവ് ഉണ്ടാവണം, എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യമുണ്ടാവണം. അത്തരമൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഷിനോജ് എന്നോട് കുറേ നാളുകൾക്ക് മുന്നേ ഇത് സംസാരിച്ചിരുന്നത്. ഇതിൻ്റെ ഒരുപാട് സ്ഥലത്ത് വ്യാപിപ്പിക്കാനുള്ള ഒരു പ്ലാനുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ആശുപത്രി വരിക, 60 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേക പാക്കേജ് നൽകി അവരെ സഹായിച്ചുകൊണ്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ എനിക്ക് കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഷിനോജ് കുറേ നാളുകൾക്ക് മുന്നേ എന്നെ ബന്ധപ്പെടുന്നത്. അങ്ങനെ ഇപ്പം മൂന്നാമത്തെ, അപ്പോൾ അന്ന് പറഞ്ഞു ചേട്ടാ ഞാനൊരു ചെറിയ രീതിയിൽ തുടങ്ങുവാണ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വലിയ ഒരു സ്ഥാപനം ഇവിടെ നിങ്ങൾക്ക് തരുന്ന സമയത്ത് അത് ചെയ്യാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നാടിന് വേണ്ടി ആകണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അസുഖം വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഭയം എന്താ? ദൈവമേ പൈസ ഇല്ലെന്നുള്ളതാണ്. അപ്പം അത്തരം ചിന്തകൾക്ക് ഒന്ന് വിശ്രമം കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളാരും
ആ രീതിയിൽ ഭയപ്പെട്ട് നിങ്ങൾ ഒരുപാട് പൈസകളൊന്നും കളയാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പാക്കേജുകൾ സമ്മാനിച്ചുകൊണ്ട് ഒരുപാട് ലക്ഷ്യബോധത്തോടു കൂടി ഒരുപാട് നന്മയോട് കൂടിയിട്ട് തുടങ്ങി വെച്ചൊരു സ്ഥാപനം എന്ന നിലയിൽ അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സ്നേഹവും നന്ദിയുമൊക്കെ ഞാൻ ഷിനോജിനോട് അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാ നല്ല രീതിയിലും ഇത് ഈ നാടിന് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ആശുപത്രിയായി മാറട്ടെ. നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ യൂണിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ആവശ്യത്തിലധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും വിളിച്ചതിലുള്ള സ്നേഹവും നന്ദിയും എല്ലാവരോടുമുള്ള നന്ദിയും ഒക്കെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. വണ്ടർഫുൾ വേർഡ്സ് അഖിൽ മാരാർ. വളരെ സന്തോഷം. നമുക്കിനി അടുത്ത ഫ്യൂ വേർഡ്സിലേക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത രണ്ടു പേർക്ക് സംസാരിക്കാനായിട്ട് ആദ്യമായിട്ട് ഗിരീഷ് സാറിനെ ക്ഷണിച്ചോളൂ രണ്ടു പേർക്ക് സംസാരിക്കണം പ്ലീസ്. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, പ്രിയങ്കരനായ നാട്ടുകാരി, സഹോദരി സഹോദരന്മാർ, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ കൊച്ചനിയൻ, യൂണിറ്റി എന്ന പേരിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ സംരംഭം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഒരു ആതുരാലയമല്ല എന്നെനിക്കറിയാം. ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥനെ കാണാൻ ഞാനും ഷിനോജുമായി ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞതും ഇത് തന്നെയാണ്. ഇത് നിങ്ങളുടെ നാട്ടുകാർക്കുള്ള ഒരു പൊതു സ്ഥാപനമായി, ഒരു സർക്കാർ ആശുപത്രിയിൽ പോയാൽ കിട്ടുന്ന ഇതിനേക്കാൾ നല്ല സൗകര്യം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി നിങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ പരിപാലന രംഗത്ത് ആവശ്യമായ സംരക്ഷണം നൽകുന്നതിൽ ഒരു മാതൃകാ സ്ഥാപനമായി ഇത് വളർത്തി വലുതാക്കി ഈ നാട്ടുകാരുടെ, ഓമല്ലൂർക്കാരുടെ ഒരു സ്വന്തം സ്ഥാപനമായി ഇത് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സുവിശേഷം വന്നാലും അല്ലെങ്കിൽ നല്ല ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല പാസ്റ്റേഴ്സിനെ കാണാൻ പോകുന്നുണ്ട്. പക്ഷേ ഇതിന് സുന്ദരനായ ഒരു പാസ്റ്റർ ഞാൻ സത്യത്തിൽ കുറേ നാളുകൾക്ക് ശേഷം കണ്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാസ്റ്റർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ബിനു വാഴമുട്ടം. വളരെ സന്തോഷം സാർ വന്നതിൽ രണ്ടുപേർക്ക് സംസാരിക്കാം പ്ലീസ്. ഈ അഞ്ജലി ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ കഴിഞ്ഞ 3 മാസത്തിന് മുൻപ് ഞങ്ങൾക്ക് 3 വർഷങ്ങളായിട്ട് ഇവിടെ ഒരു ആരാധന നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അഖിൽ മാരാറ്, പ്രിയപ്പെട്ട പാട്ടുകാര്, എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. വളരെ മനോഹരമായ യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ പ്രൊപ്പറേറ്റേഴ്സും ഇതിൻ്റെ ആളുകളും ഒക്കെ ഇവിടെ നാട് മുഴുവൻ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇതിൻ്റെ ആളുകൾ കടന്നു വന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, എങ്ങനെയാണ് ഈ സ്ഥലത്ത് ഇത്രയും മനോഹരമായി ഒരു ഹോസ്പിറ്റൽ വരുത്തി കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ ചിലത് മുന്നോട്ട് കടന്നു പോയപ്പോൾ ഇത്രയും മനോഹരമാക്കി ഇവിടെ ഒരു ഹോസ്പിറ്റൽ നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ ആളുകൾക്ക് വേണ്ടി മനോഹരമായി അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ യൂണിറ്റി ഹോസ്പിറ്റലിന് ഒരു നല്ല ക്ലാപ്പ് നമുക്ക് കൊടുക്കാമല്ലോ. വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ ഹോസ്പിറ്റൽ. സ്നേഹിതരെ, ഒരു വാക്ക് പറയുക, ഞങ്ങൾക്ക് രോഗം വരുമ്പോൾ ഞങ്ങൾ ഡോക്ടർമാരെ കാണുന്നത് ദൈവതുല്യരായിട്ടാണ്. സ്കാനിങ്ങിനോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഡോക്ടർമാർ അടുത്ത് വരുന്നത് ദൈവതുല്യരായിട്ടാണ്. ദൈവത്തെ കാണുന്ന പോലെയാണ് ഞങ്ങൾ അവിടെ അടുത്തേക്ക് വരുന്നത്. ചില ഡോക്ടർമാരെ നമ്മൾ കാണുമ്പോൾ അവർ ഒന്ന് ചിരിച്ചാൽ നമ്മളുടെ രോഗം മാറും. ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ബ്രാഞ്ചാണിത്. 3ാമത്തെ ബ്രാഞ്ചാണ്. ഈ 3ാമത്തെ ബ്രാഞ്ച് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും അത്യുഗ്രമായി മാറട്ടെ. ഞങ്ങൾക്ക് സ്നേഹത്തണൽ എന്ന് പറയുന്ന, ഞാൻ അഖിൽമാരോട് സംസാരിച്ചെന്ന് പറഞ്ഞു, സ്നേഹത്തണൽ എന്ന് പറയുന്ന ഒരു ഓൾഡേജ് ഹോമുണ്ട്. ഈ റോഡിൽ തെരുവിൽ വലിച്ചെറിയപ്പെടുന്ന അമ്മമാരെ, അപ്പന്മാരെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. എൻ്റെ കൂടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നീണ്ട വർഷങ്ങൾ ചെണ്ടയടിച്ച് ലഹരിക്കടിമയായ ചെറുപ്പക്കാരുണ്ട്. അതിന് തൊട്ടുപുറകെ നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്. 59 കേസിൽ, ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ കേസിൽ പ്രതിയായി പോലീസുകാർ നെഞ്ച് അകത്ത് അടിച്ചു കൊല്ലുമെന്ന അവസ്ഥയിൽ വന്നൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ ആയിരക്കണക്കിന് കേസിൽ അടിമപ്പെട്ട, ലഹരിയിൽ അടിമപ്പെട്ട ആളുകളുണ്ട്. ഇവരെ എല്ലാം ഞങ്ങൾ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്.
കഞ്ചാവും കാശിഷും ബ്രൗൺ ഷുഗറും പട്ടച്ചാരയും ഒക്കെ അടിച്ച് ജീവിതം മുഴുവൻ വഴിയാധാരമായി ജീവിതത്തിൽ അകലെ പിന്നെ മുന്നോട്ട് ജീവിതം ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഓർമ്മയോടെ ശക്തിയോടെ ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇതിന്റെ പിൻപിൽ ഒരു ശക്തി വ്യാപരിക്കുന്നു. അതാണ് ദൈവമെന്ന ശക്തി. ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ ശക്തിയിലാണ്. നിങ്ങളുടെ യൂണിറ്റി ഹോസ്പിറ്റൽ ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകട്ടെ. അതിൽ ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ സഹകരണമുണ്ട്. ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചതിന് ഹോസ്പിറ്റലിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിച്ചതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സർവേശ്വരനായി ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഐ ബ്ലസ് യു ആൻഡ് ജീസസ് നെയിം. തീർച്ചയായിട്ടും നമ്മൾ അകത്തെ റൂമിലിരുന്നപ്പോൾ ഷാഫിഖാടത് അമ്മ, അതായത് നമ്മുടെ ഷിനോസാറിൻ്റെ അമ്മ എന്ന് പറഞ്ഞു, പാട്ടിനെക്കാളും ഞങ്ങൾ സ്റ്റാർ മാജിക് കാണാറുണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ 80s 90s നല്ല പാട്ടുകൾ, അത് മാത്രമല്ല നല്ല കോമിക്കലായിട്ട് കൊമേഡിയനായിട്ട് അല്ലെങ്കിൽ ചില സമയങ്ങൾ സന്ദർഭം അനുസരിച്ച് തമാശകൾ പറയാൻ പറ്റുന്ന ഷാഫിഖ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. നമ്മുടെ യൂണിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൻ്റെ ഔപചാരികങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകൾ പ്രോഗ്രാം ചെയ്യാൻ വന്നു. അതിനോടൊപ്പം നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. അതിന് സസ്പെൻസ് ഉണ്ട്, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. രണ്ടു വാക്ക് സംസാരിക്കാം. ഈ മനോഹരമായ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആതുരാലയങ്ങളൊക്കെ തന്നെ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എന്ന് പറഞ്ഞ ഇവിടെ സർവ്വ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ ആരോഗ്യരംഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊപ്പം നമ്മുടെ നാട്ടിൽ യശസ് ഉയർത്തിക്കൊണ്ട് ഈ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നിൽക്കുമ്പോൾ അവർ ഷിനോജ് ഭായ് ടീമും രണ്ടാമത്തെ ബ്രാഞ്ചായിട്ടാണ് ഇവിടെ ഇത്. അതിലുപരി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സീനിയർ സിറ്റിസൺസിന് പരിഗണന കൊടുക്കുന്നു. അവർക്ക് ഒരു സഹായം എന്ന നിലയ്ക്ക് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഭാഗമായിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞതുമാണ്. വാല്യൂ ഓഫ് കുസ്റ്റ്, വാല്യൂ ഓഫ് ലവ്, വാല്യൂ ഓഫ് നോളജ്, അങ്ങനെ തുടങ്ങി പോകുമ്പോൾ വാല്യൂ ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. അഞ്ചാമത്തെ, അത് ഏറ്റവും പവർഫുള്ളാണ്. അപ്പോൾ അത് അഞ്ചാമത് വന്നതും എന്തുകൊണ്ടായിരിക്കുന്നൊക്കെ അതിന് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റി എന്ന് പറയുന്ന പേര് തന്നെ മനുഷ്യൻ്റെ മാനവികതയ്ക്ക് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. ആ പേര് ഈ ആശുപത്രിക്ക് യൂസ് ചെയ്തത് എനിക്ക് വളരെ ലൈക്കായി. അതിലുപരി ഞാൻ വേറൊരു കുഞ്ഞു കഥ കൂടെ പറയാം. നമ്മൾ ഒരുപാട് ആളുകളെ കേൾക്കുകയും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയും ചെയ്യുമ്പോൾ ഒരിക്കൽ സന്തോഷം രോഗത്തോട് പറഞ്ഞത്രേ. രോഗം സന്തോഷത്തോട് പറഞ്ഞു, എന്തെന്നാണ്, നീ മഹാഭാഗ്യവാനാണ്, നീ ചെല്ലാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നീ ചെല്ലുമ്പോൾ അവർ കൊണ്ടാടുന്നു, ഞാൻ ചെല്ലുമ്പോൾ അവർ വരരുതേന്ന് ആഗ്രഹിക്കുന്നു, ശപിക്കുന്നു, എന്നെ അവർ തീരെ ഇഷ്ടപ്പെടുന്നില്ല. രോഗം സന്തോഷത്തോട് പറയുന്നു. സന്തോഷം രോഗത്തോട് തിരിച്ചു പറയുന്നു, ഞാൻ ചെല്ലുമ്പോൾ അവർ മതിമറക്കുന്നു, അവർ പലതും മറന്നു പോകുന്നു, അവരുടെ ബാധ്യതകളെ മറക്കുന്നു, അവരുടെ ലൈഫ് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് മറക്കുന്നു, നന്ദി കെട്ടവരായി പോകുന്നു. അതേ സ്ഥാനത്ത് നീ അവരിലേക്ക് ചെറുതായിട്ടെങ്കിലും ചെന്ന് കഴിഞ്ഞാലാണ് അവർ അവരവരെക്കുറിച്ച് ഓർക്കുന്നത്, അവർ നിസ്സഹായരാണെന്ന് മനസ്സിലാക്കുന്നത്, പരസഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഒരു രോഗിയായി മാറുമ്പോഴാണ് ദൈവത്തെ ഓർക്കുന്നത്, പാസ്റ്റർ പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമ്മൾ ആരാണെന്ന് ആയി എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് എപ്പോഴും ഒരു പ്രസക്തി വരുന്നത് ഇത്തരം സ്ഥാപനത്തിൻ്റെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോഴാണ്. ആരും രോഗികളാവാതിരിക്കട്ടെ എന്ന് അനീഷ് ഖാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെയാണ് എനിക്ക് ഇത്തരം സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിലൊക്കെ പോയാൽ പറയാനുള്ളത്. പക്ഷേ അങ്ങനെ ഉണ്ടാവൽ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണെന്ന് ബോധ്യമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുപോലുള്ള മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഒരു വെളിപ്പാട് അകലെ നമുക്ക് വണ്ടി പോലും എടുക്കാതെ നടന്നു വരാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്തുണ്ടാവുക എന്ന് പറയുന്നത് നാട്ടിനെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഐശ്വര്യവും ഭാഗ്യമായിട്ട് കരുതുക. ഈ സ്ഥാപനം നിങ്ങളുമായിട്ട് നിങ്ങളുടെ കുടുംബം പോലെ സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകളും ഷിനോജ് ഭായ് ആൻഡ് ടീം, ഇവിടെയുള്ള സ്റ്റാഫുകൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെ, അമ്മ, എല്ലാവരെയും പരിചയപ്പെട്ട് അവരെ പരിപാടികളൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞതും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതോടൊപ്പം അഖിലിനോടൊപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഈ തൻ്റെ ഇടമുള്ള ആളുകൾ സധൈര്യം സംസാരിക്കുമ്പോൾ, സമൂഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അവർ നന്നായിട്ട് കേൾക്കുന്ന ഒരാളാണ്. അതുപോലെ നിലപാടുള്ള
ഉറച്ച നിലപാടുകളുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം ആളുകളെയൊക്കെ വളരെ ഇഷ്ടമാണ്. മറ്റുള്ള സമൂഹത്തിൽ എന്തായാലും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഉള്ളിടത്തോളം കാലം നമ്മളത് നട്ടിൽ നിവർത്തിക്കൊണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങളാണെങ്കിൽ പറയുക തന്നെ വേണം, അല്ലെങ്കിൽ പ്രവർത്തിക്കുക തന്നെ വേണം. സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് പറയാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ഈ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ വരാനും എൻ്റെ ടീമിനൊപ്പം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പാട്ടുകൾ പാടിത്തരാനുള്ള അവസരം അതുണ്ടാക്കി തന്നൊരു ഷിനോജ് സാറിനോടും കുടുംബത്തോടും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമ്മുടെ കോർഡിനേറ്റർ ഷോ ഡയറക്ടർ ഷക്കീർ ഭായിയോടുമുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെയൊക്കെ സമൂഹത്തിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കി ലക്ഷക്കണക്കിന് ആളുകളുള്ള കൂട്ടത്തിൽ നമ്മളെപ്പോലുള്ള എളിയ കലാകാരന്മാർക്കൊക്കെ പിന്തുണ തരുന്ന പ്രാർത്ഥനയായി സ്നേഹമായി നിൽക്കുന്ന നിങ്ങളോടുമുള്ള നന്ദിയും കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ന് എനിക്ക് ഒരു സ്പെഷ്യൽ ഡേയാണ്. എൻ്റെ 22ാമത് വിവാഹ വാർഷികമാണ്. അപ്പോൾ അതിനും ഞങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വേണം, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യൂണിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ എല്ലാ ഡോക്ടേഴ്സിനെയും ഒപ്പം നമ്മുടെ ഡോക്ടർ തൃതീയ മാഡത്തിനോട് ചേർന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഡോക്ടേഴ്സിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. തൃതീയ മാഡം അവിടെ ഔപചാരികമായിട്ടുള്ള കൂലങ്കഷമായിട്ടുള്ള ചർച്ചയിലാണ്. അപ്പോൾ നമ്മൾ അവരെ വേദിയിലേക്ക് വിളിക്കുന്നതിന് മുന്നേ ഞാൻ രാജലക്ഷ്മി എന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യാറുണ്ട്. പ്ലീസ് ഒന്ന് വേദിയിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് ഡോക്ടേഴ്സിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ അതിനുശേഷം അതായത് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു ചെറിയൊരു ചടങ്ങുകളുണ്ട്. അതിനുശേഷം ഡോക്ടേഴ്സിലേക്ക് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയിലും ഫാർമസി, അതുപോലെ മെഡിസിൻസ്, എല്ലാ ടെസ്റ്റുകളും ഒപ്പം കൺസൾട്ടേഷൻ ഫീ ഇതെല്ലാം കൂടെ ചേർത്ത് 250 റുപ്പീസാണ് നമ്മൾ 60 വയസ്സിന് മേലുള്ള നമ്മുടെ സീനിയർ സിറ്റിസൻസ് കൊടുക്കുന്നത്. അത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻ ഉൾപ്പെടെയാണ് ഈ ഒരു 280 രൂപ സ്കീമിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിന്ന് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിക്കുന്നത് അത് ഞാൻ അഖിലിനോട് തന്നെ പറയാം. അഖിൽ തന്നെ പറയാം. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു, ഒരു ആശുപത്രി ഒരു നന്മ മുൻനിർത്തി തുടങ്ങുമ്പോഴാണ് അത് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അത്തരമൊരു പദ്ധതി അനൗൺസ് ചെയ്യുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും 250 രൂപ മുടക്കി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും കൺസൾട്ടേഷൻ, ലാബ്, ഫാർമസി, മെഡിസിൻ ഉൾപ്പെടുന്ന ഒരു വലിയ പാക്കേജ്. ഒരുപക്ഷെ പുറത്ത് ഏത് ആശുപത്രി പോയാലും ആയിരക്കണക്കിന് രൂപ, ഒരുപക്ഷെ 10,000-കണക്കിന് രൂപ ചെലവാകുന്ന വലിയ വലിയ ടെസ്റ്റുകളും കാര്യങ്ങളും മരുന്നുകളും എല്ലാം അടങ്ങുന്ന ഒരു വലിയ പാക്കേജ് 250 രൂപ മുടക്കിൽ 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക്. ഒരുപക്ഷെ ഈ ഷിനോജ് ഞാൻ ശ്രദ്ധിച്ചു, ഡെപ്യൂട്ടി സ്പീക്കറും എൻ്റെ കാര്യം ഞാൻ മാറ്റാം, എന്നാലും അത് ഡെപ്യൂട്ടി സ്പീക്കറെ പോലെ സമൂഹത്തിൽ അത്രയും ഉയർന്ന ഒരാൾ ഉദ്ഘാടനം ചെയ്തു വരുന്ന സമയത്തും നിലവിളക്ക് കൊളുത്താൻ വേണ്ടി ഷിനോജ് അമ്മയോടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാകാം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ന് ഷിനോജിൻ്റെ ആശുപത്രി പരിസരത്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഷിനോജ് ആഗ്രഹിക്കുന്ന ഓരോ ഗ്രാമങ്ങളിലും ഈ ആശുപത്രി ഇടണമെന്നും അവിടെ 60 വയസ്സിന് മുകളിലോട്ടുള്ളവരെയും ഒക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ തുകയിൽ ഇത്രയും വലിയൊരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിലുള്ള ഷിനോജിൻ്റെ ആ മനസ്സിൻ്റെ വലിപ്പം ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തിരക്കുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മറന്നു പോവുകയാണ് അച്ഛനെയും അമ്മയൊക്കെ. അങ്ങനെ ഒരു കാലത്ത് ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ്. ഇനി അങ്ങനെ കളഞ്ഞിട്ട് പോകുന്നവരെ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് യൂണിറ്റ് നൽകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പദ്ധതി ഔദ്യോഗികമായിട്ട് ഇവിടെ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഷിനോജിൻ്റെ അമ്മ ഇങ്ങോട്ട്. അപ്പോൾ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടാണ് 250 അമ്മ തന്നോ? ലക്ഷ്മി, അഖിലും ലക്ഷ്മിയും ഷിനോ സാർ ഷാഫിക്കയും കൂടെ ചേർന്നിട്ട് ഈ ഒരു ചടങ്ങ് ഇവിടെ നിർവഹിക്കാൻ നമ്മുടെ ഷിനോ സാറിൻ്റെ മാനേജിംഗ് ഡയറക്ടർ യൂണിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഷിനോ സാറിൻ്റെ അമ്മയ്ക്ക് നൽകിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നിർവഹിക്കുന്നത്. 250 രൂപ മുടക്കാൻ സീനിയർ സിറ്റിസൺസ് എല്ലാ ഫ്രൈഡേസിലും
മെഡിസിൻസും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റുകളെല്ലാം ഒപ്പം കൺസൾട്ടൻറ്റ് ഫീ പിന്നെ മെഡിസിൻസിൻ്റെ എല്ലാം നമുക്ക് 250 രൂപയ്ക്ക് തന്നെ നമുക്ക് ഈ 250 രൂപയ്ക്ക് നമുക്ക് മുതലാക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന ഷിനോസ് സാറിന് ഹാറ്റ്സ് ഓഫ്. വളരെ സന്തോഷം. നമ്മുടെ ഈ ഒരു ചടങ്ങ് ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് അമ്മ. വളരെ സന്തോഷം.